അങ്ങനെ നമ്മുടെ തണ്ടർബോൾട്സ് പടം റിലീസായി ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ ഫുൾ സ്പോയിലർ ആൻഡ് ഈ പടത്തിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് അതിലേക്ക് പോകാം. ഈ പടത്തിൻ്റെ പോസിറ്റീവ്സൊക്കെ ഇതിന് ഓൾറെഡി ഞാനൊരു നോൺ സ്പോയിലർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനും പിന്നെ ഇതിൽ കുറച്ച് നെഗറ്റീവ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ തണ്ടർബോൾട്സ് പടത്തിൽ തന്നെ ആ പോസ്റ്ററിലൊക്കെ ഇട്ട് കാണിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ടാസ്ക് മാസ്റ്റർ. സോ ഈ തണ്ടർബോൾട്സിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ടാസ്ക് മാസ്റ്ററിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പക്ഷേ വന്ത സുട്ട സെത്ത എന്ന് പറയുന്ന പോലെ വന്നു വെട്ടിക്കിട്ടി തട്ടിപ്പോയി, അത്രയേ ഉള്ളൂ ആ ക്യാരക്ടർ. പടം മെയിനായിട്ട് നടക്കുന്നത് തന്നെ നമ്മുടെ വാലന്റീന ഒരു സൂപ്പർ സോൾജർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മുടെ കോൺഗ്രസ്മെൻസ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഇത് പുള്ളിക്കാരത്തി തെറ്റാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവളെ മൊത്തത്തിൽ തെളിവോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സോ അവളെന്താക്കുന്നത് ഈ മൊത്തം ഈ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഈ തണ്ടർബോൾട്സ് ടീമിലുള്ള ഓരോ മെമ്പേഴ്സിനെ, അതായത് നമ്മുടെ ഗോസ്റ്റിനെ, എലിന ബെരയുടെ ബ്ലാക്ക് വിഡോനെ, നമ്മുടെ ജോൺ വോക്കറിനെ, ഇവരൊക്കെ സെപ്പറേറ്റ് മെഷീൻസ് കൊടുത്തിട്ട് അവരെയൊക്കെ ഓരോരുത്തരായിട്ട് ആ റിസർച്ച് സെൻറ്റേഴ്സ് വിട്ടിട്ട് തകർത്ത് കളയും, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനത്തെ ഒരു ഹൈഡൗട്ട് അവസാനത്തെ ഒരു റിസർച്ച് സെൻറ്റർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരയക്കും. അങ്ങനെ ഇവരയക്കുന്നത് തന്നെ ആ തള്ളച്ചി എന്ത് പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ ഗോസ്റ്റ് അവിടെ വേറൊരു പെണ്ണ് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തിയുണ്ട്, അവൾ അവിടെ നിന്ന് എന്തോ അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അവൾ എന്താണ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അവളെയും തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എലിന ബെലനെ അയക്കുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മുടെ തണ്ടർബോൾട്സ് ടീമിലുള്ള ഫസ്റ്റ് ഫൈറ്റ് നടക്കുന്നത്. അതായത് നമ്മുടെ ഗോസ്റ്റ്, ടാസ്ക് മാസ്റ്റർ, നമ്മുടെ എലിന ബെല, പിന്നെ നമ്മുടെ ജോൺ വാക്കർ, ഇവരൊക്കെ അവിടെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ തല്ലുന്ന ഫൈറ്റ് എന്തുകൊണ്ടാണെന്ന് തന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇവർക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മുടെ എലിന ബെലയ്ക്ക് എങ്ങനെയാണ് ഉള്ളിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അവളെ കൊന്നിട്ട് അവളെ എന്താണ് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലിന ബെലയ്ക്ക് ടാസ്ക് കൊടുത്തത്, അതേപോലെ തന്നെ ഗോസ്റ്റിനും അതേപോലത്തെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഒരുത്തൻ കയറിയിട്ടുണ്ട്, അവൻ എന്താണ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ വാക്കറിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ജോൺ വാക്കറിന് അവിടെ വേറെ ആരൊക്കെ കയറിയിട്ടുണ്ട്, അങ്ങനെ അവരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വേറൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അവളുടെ ടാസ്ക് തന്നെ ഇവരെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി തമ്മിൽ തല്ലിച്ച് കൊല്ലിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ആ പ്രോജക്റ്റ് സെൻട്രിയുടെ റിസർച്ച് നടക്കുന്നതൊക്കെ നശിപ്പിച്ചിട്ടുള്ളൊക്കെ എവിഡൻസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാവുന്നത് ഇവർക്കാണ്. കാരണം ഇവരാണ് ആ എവിഡൻസ് ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി പോയത്. സോ ഇവരൊക്കെ ഇൻഡിവിജ്വലായിട്ടാണ് വർക്ക് ചെയ്തത്. സോ ഇവരൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാര്യം പോലും അറിയാതെ ഇവരെ തമ്മിൽ തെളിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ പ്ലാൻ. പക്ഷേ അത് നൈസായിട്ട് ചീറ്റിപ്പോവും. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഗോസ്റ്റ് ടാസ്ക് മാസ്റ്ററെ കൊന്നു കളയുന്നത്. അതായത് പിന്നെ അങ്ങോട്ട് റോളേ ഇല്ല, ടാസ്ക് മാസ്റ്റർ അങ്ങ് തട്ടിക്കളഞ്ഞു. ഓഫ് കോഴ്സ് അവിടെ ആയിരിക്കും നമ്മുടെ സെൻട്രി, നമ്മുടെ ബോബിനെ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരിക്കും പുള്ളി പുറത്ത് വരുന്നതൊക്കെ. അങ്ങനെയാണ് പുള്ളി സെൻട്രിയായി മാറുന്നതും. ആ ടൈം കൊണ്ട് നമ്മുടെ തണ്ടർബോൾട്സ് ടീം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അങ്ങനെ സെൻട്രി നമ്മുടെ വാലിൻ്റെ കയ്യിൽ പെടും. അങ്ങനെ അവൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ ഒരു ഗോഡാണ്, നിനക്ക് ഇത്രയും പവേഴ്സൊക്കെ ഉണ്ട്, ഗോഡ് ലെവൽ പവറുണ്ട്, സോ നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹീറോ ആയി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവളെ. പുള്ളിക്കാരത്തിൻ്റെ കൺട്രോളുള്ള ഹീറോ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ബക്കി ബാൺസും ഒരു കോൺഗ്രസ്മാനാണിപ്പോൾ. പുള്ളിയും ഈ വാല് എന്തോ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ തെളിവോടെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വാലിൻ്റെ അസിസ്റ്റൻ്റ് മൂലവും പുള്ളിക്കാരത്തി ചെയ്യുന്നൊക്കെ ഏതാണ്ട് നമ്മുടെ ബക്കിക്ക് മനസ്സിലാവും. അങ്ങനെ പുള്ളി ഇവരുടെ കൂടെ ചേർന്നിട്ട് ആ വാലിനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് ആ സെൻട്രി ഇപ്പോഴുള്ള അവഞ്ചേഴ്സ് ടവറിൽ ആ വാലിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത്. സെൻട്രിനെ വാലിനെ തടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് സെൻട്രിക്ക് പുള്ളി ഫസ്റ്റ് ലുക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി വരുന്നത്. അങ്ങനെ ഈ വാല് സെൻട്രിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് മിഷൻ തന്നെ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള തണ്ടർബോൾട്സിനെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ സെൻട്രി ഈ തണ്ടർബോൾട്സ് തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത്. ആ ഫൈറ്റിൽ ഓഫ്കോഴ്സ് ഒരു സൂപ്പർ ലെവൽ ഗോഡ് ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വെറുതെ അടിക്കുകയും കുത്തും മാത്രം ചെയ്യുന്ന കുറച്ച് ഹീറോസ് എന്ത് ചെയ്യാനാ, സിമ്പിളായിട്ട് തന്നെ അവരെ അടിച്ചു തൂക്കിയെറിയാണ്. അങ്ങനെ അവരെ കൊന്നു കളയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മുടെ സെൻട്രി അത് കേൾക്കില്ല. കാരണം ആ ടൈം കൊണ്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്തുകൊണ്ടാണ് നീ കൊല്ലാത്തതെന്ന് ചോദിച്ചത്, അവരെനിക്കൊരു ത്രെട്ടായിട്ട് തോന്നില്ല, ഞാൻ എന്തിനാ അവരെ കൊല്ലണം എന്ന് ചോദിക്കുകയാണ് സെൻട്രി. അപ്പോൾ തന്നെ വേറെ എന്തിനെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അവഞ്ചേഴ്സിനേക്കാളും പവർഫുള്ളെന്ന്. അവഞ്ചേഴ്സിലൊരു ഗോഡില്ലേ, ആ ഗോഡിനേക്കാളും ഞാൻ പവർഫുൾ അല്ലേ, അപ്പം ഞാനൊരു ഗോഡല്ലേ എന്ന് പറയാണ്. അങ്ങനെയുള്ളൊരു ഗോഡായ ഞാൻ എന്തിന് നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാലിനെതിരെ തന്നെ സെൻട്രി തിരിയാണ്. എന്നിട്ട് അവളെ തന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് പുള്ളിക്കാരത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ സെൻട്രിയിലുള്ള ഓൾട്ടർനേറ്റീവ് സെൽഫ് വോയിഡ് ആക്ടിവേറ്റ് ആവുന്നത്. അങ്ങനെ വോയിഡ് ആക്ടിവേറ്റ് ആയതും പുള്ളിയുടെ മൊത്തം ആ ഷാഡോ വെച്ചിട്ട് മൊത്തം ആ സിറ്റിനെ തന്നെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇതിനെ തടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലേന ബല ആ വോയിഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മറഞ്ഞുപോയ ജനങ്ങളൊക്കെ
മരിച്ചതല്ല, ഈ വോയിഡിൻ്റെ ഉള്ളിലുള്ള വേറൊരു ഡൈമെൻഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ ഡൈമെൻഷൻ്റെ ഉള്ളിൽ അവരുടെ തന്നെ അവർ ആഗ്രഹിക്കാത്ത, അവർ ആലോചിക്കാനോ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കാത്ത അവരുടെ മെമ്മറീസിലേക്കാണ് അവർ എത്താൻ വേണ്ടി പോകുന്നത്. അങ്ങനെ യെലന ബെൽ അവളുടെ തന്നെ ഡാർക്കസ്റ്റ് മെമ്മറിയൊക്കെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ആ വോയിഡിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരിക്കുന്ന നമ്മുടെ ബോബിനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിക്ക് എങ്ങനെയാണ് ഈ ട്രോമയൊക്കെ സംഭവിച്ചതെന്ന്. പുള്ളി ഓൾറെഡി ആരും ഇല്ലാതെ ഒറ്റയ്ക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ചെറുപ്പത്തിലെ പുള്ളിക്ക് ഒരുപാട് ട്രോമസൊക്കെ ഉണ്ട്. പുള്ളിയുടെ അപ്പനൊക്കെ കാരണം ചൈൽഡ്ഹുഡ് ട്രാമയാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഡിസോർഡർ ഉണ്ടാവാൻ തന്നെ കാരണം. പിന്നെ പുള്ളിക്ക് കൊടുത്ത ഈ സൂപ്പർ സോൾജർ സീറമൊക്കെ കാരണം പുള്ളിനെ എൻഹാൻസ് ചെയ്തു. അതുകൊണ്ടാണ് സെൻട്രിയായി മാറിയിട്ട് പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പുള്ളിനെ ആ വോയിഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ടേക്ക് ഓവർ ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് അവിടെ പിന്നെ നടക്കുന്നത് മാർവലിൻ്റെ ക്ലീശ പരിപാടിയാണ്. അതായത് നീ ബോബാണ്, നിനക്ക് നീ ആരാണെന്ന് അറിയില്ല, നിനക്ക് ഞങ്ങളില്ലേ, നിനക്കിതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള വോയിഡുമായിട്ട് ബോബ് രണ്ടും പുള്ളിയുടെ പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ പുള്ളി ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ തണ്ടർബോൾട്സ് ടീം മൊത്തം നിനക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുണ്ടായ അവരും ഈ വോയിഡിൻ്റെ ഉള്ളിലേക്ക് വരും നമ്മുടെ എലിനേനും ബോബിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരൊക്കെ നിനക്ക് ഞങ്ങളുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോബ് ആ വോയിഡിനെ അടിച്ചിടും. പിന്നെ കാണിക്കുന്നത് ബോബ് പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലേക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മൊത്തം സിറ്റിയിലുണ്ടായിരുന്ന ആ ഷാഡോയും മാറുകയാണ്. കാരണം പുള്ളിയുടെ കൺട്രോളിലേക്ക് തിരിച്ചു വന്നു, എല്ലാവരും തിരിച്ചു വന്നു. അതായത് ടിപ്പിക്കലി ആരും ഉണ്ടായില്ലായിരുന്നുള്ള ഒരു ഏകാന്തത, ഒരു ലോൺലിനെസ് ആയിരുന്നു പുള്ളിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പുള്ളിയുടെ സെൻട്രി പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വോയിഡ് ടേക്ക് ഓവർ ചെയ്യും. അതിനാണ് ഇപ്പോൾ അവർ തിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല പുള്ളിക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അങ്ങനെ എല്ലാം പഴയതുപോലെ ആയതിനു ശേഷം ഈ പന്നിയുടെ മുള ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് നമ്മുടെ റെഡ് ഗാർഡിയൻ വാലിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നിങ്ങളുടെ പുതിയ അവഞ്ചേഴ്സ് ടീം എന്ന് പറഞ്ഞിട്ട്, ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തണ്ടർബോൾട്സിനെ അനൗൺസ് ചെയ്യാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾ ചെയ്ത തെറ്റും കുറ്റങ്ങളൊക്കെ ഇവരെന്തായാലും പറയും. സോ അതൊക്കെ മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇപ്പോൾ ന്യൂ അവഞ്ചേഴ്സായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ എലിന പോലെ അവളുടെ ചെവി പറയും ഇപ്പം നിൻ്റെ ചാവി എൻ്റെ കയ്യിലാണെന്ന്. കാരണം അവർ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ മൊത്തം ചീട്ടും കയറും. കാരണം ഇവൾക്കെതിരെയുള്ള തെളിവൊക്കെ തപ്പിട്ടാണല്ലോ മൊത്തം ഗവൺമെൻറ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വാല് നമ്മുടെ എലിന പോലെ തണ്ടർബോൾട്സിൻ്റെ കൺട്രോളുള്ള ഒരാളായി മാറുകയാണ്. അങ്ങനെയാണ് ഇവർ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സായിട്ട് മാറുന്നത്. ഇതാണ് ആ പടത്തിൻ്റെ എൻഡിങ്. അതായത് നോർമൽ മാർവലിൻ്റെ ഒരു ക്ലീശ എൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൊക്കെ നിൻ്റെ ശക്തി എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കി എങ്കിലേ നിനക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമേരിക്ക ചാവേസിനൊക്കെ ഡോക്ടർ സ്ട്രേഞ്ച് മോട്ടിവേറ്റ് ചെയ്ത പോലെ അതേപോലെ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ഇവിടെ സെൻട്രിക്കും ചെയ്തിരിക്കുന്നത്. അത് പുള്ളിയുടെ പവർ പുള്ളിയുടെ കോൺഷ്യസ്നസ് തിരിച്ചു വാ, നീയായി മാറുക, അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നിട്ട് പുള്ളിയുടെ ബോബ് ക്യാരക്ടറായിട്ട് മാറും. അതിനുശേഷമാണ് ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിക്കുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് നമ്മുടെ റെഡ് ഗാർഡിയൻ വന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂ അവഞ്ചേഴ്സ് എന്നുള്ള പേരിട്ട്, അതിന് ശരിക്കും ന്യൂ അവഞ്ചേഴ്സ് എന്നുള്ള പേര് കോപ്പിറൈറ്റ് നമ്മുടെ സാം വിൽസൺ അല്ലേ, അപ്പോൾ പുള്ളി നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോമഡി ആയിട്ടുള്ളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് നമ്മളത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ തണ്ടർബോൾട്സിൻ്റെ അവഞ്ചേഴ്സ് ടവറിൽ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു സാധനം അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ആവുന്ന അവർ കാണുന്നത്. ഇവരെല്ലാവരും എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ഷിപ്പ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷിപ്പ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഷിപ്പാണ്. അങ്ങനെ അവിടെയാണ് തണ്ടർബോൾട്സും ബോബ് റിട്ടേൺ ആവുമെന്ന് പറഞ്ഞിട്ട് ഈ പടം എൻ്റെ ആവുന്നത്. പിന്നെ ഈ പടത്തിന് ഇതിനും ഫ്യൂച്ചറിൽ വരുന്ന മൂവീസായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഇങ്ങനെ വെച്ചത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ. കാരണം ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പടം ഇതുവരെ റിലീസായിട്ടില്ല. ഇതിൽ കൂടെ ഇവരൊരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഫെൻറ്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ എന്തായാലും തോക്കും, അവരുടെ യൂണിവേഴ്സ് നശിക്കും. അങ്ങനെയാണ് അവരവിടുന്ന് പുറത്തു വന്ന് വേറെ യൂണിവേഴ്സിലേക്ക് പോകുന്നത്. അങ്ങനെ ആയിരിക്കും ആ പടം എൻഡാവാൻ വേണ്ടി പോകുന്നത്. സോ ആ പടത്തിൻ്റെ എൻഡിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. കാരണം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് അവർ വരുന്നത് നമ്മുടെ എർത്ത് 616 അതുകൊണ്ടാണ് അവർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതും ഒരു മൈനസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫാൻറ്റാസ്റ്റിക് ഫോർ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫാൻറ്റാസ്റ്റിക് ഫോർ എന്തായാലും തോക്കും, എങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ എർത്തിലേക്ക് വരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പോൾ ഓൾറെഡി കൺഫേം ആയി കഴിഞ്ഞു. കാരണം എന്തായാലും ഫാൻറ്റാസ്റ്റിക് ഫോറിൽ അവർ തോക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എർത്ത് 616 അവരുടെ ഷിപ്പ് വന്നിരിക്കുന്നത്. സോ ആ ഒരു കാര്യം അത്രയ്ക്ക് അങ്ങ് റിവീൽ ചെയ്യേണ്ടായിരുന്നു, കുറച്ച് ഒരു മിസ്റ്റീരിയസ് ആയിട്ട് വെക്കാമായിരുന്നു. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇനി വരുന്ന ഈ തണ്ടർബോൾട്സ് ടീമിനൊക്കെ നമ്മുടെ ഡൂംസ്ഡേയിൽ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെ ഉണ്ട്. അതായത് അതിൻ്റെ കാസ്റ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലെന്തുകൊണ്ട് ടാസ്ക് മാസ്റ്ററിൻ്റെ പടം ഇല്ലയെന്നൊക്കെ പേരില്ലാന്നൊക്കെ നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലായല്ലോ. തട്ടി കളഞ്ഞല്ലോ, പിന്നെ എന്തിനു വരണം, എങ്ങനെ വരും? സോ ഇതാണ് ആ പടത്തിൻ്റെ ഒരു എൻഡിങ് എക്സ്പ്ലനേഷനും പോസ്റ്റ് ക്രെഡിറ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.